ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു തക്കാളിക്ക്, ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. അതിൽ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഉലുവായിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ സവാള ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിനകത്തോട്ട് നമ്മളെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്യണമെങ്കിൽ കരിഞ്ഞു പോകും. ഞാനിന്ന് നാട്ടിലായതുകൊണ്ട് നമ്മൾ നാട്ടിൽ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ഞാനിന്ന് അടുപ്പിലാണ് വെച്ചത് കേട്ടോ. ഇവിടെ നിന്ന് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിറകടുപ്പ് യൂസ് ചെയ്യാറില്ല ഇവിടെ നിന്ന്. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ തീ കുറച്ചിട്ട് വഴറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊന്ന് വഴറ്റി വന്ന ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ എത്രയൊക്കെ ഗ്യാസിൽ വെച്ചാലും നമ്മൾ ഈ വിറകടുപ്പിൽ വെക്കുന്നൊരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ് അല്ലേ. അത് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറേ നാൾ പോയി നിന്നിട്ട് മാറി അങ്ങോട്ട് നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനകത്ത് ആവശ്യമായിട്ടുള്ള നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ കുറച്ചളവ് മാത്രം മല്ലിപ്പൊടിയും കൂടി ഇടുക കേട്ടോ. ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതായത് അടി പിടിക്കാതെ നമുക്ക് വഴറ്റി കൊടുക്കണം. കുറച്ച് അത് നമ്മളെ ഈ മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കിയ ശേഷം പിന്നെ നമുക്കിതിനകത്തോട്ട് നമുക്കൊരു തക്കാളിക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഞണ്ട് ഞാനിങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. ഞണ്ട് റോസ്റ്റായിട്ടാണ് കഴിച്ചിട്ടുള്ളത്. നമ്മൾ തേങ്ങ അരച്ചെന്ന് വെച്ച് ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കഴിക്കുമോ എന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഈ പൊടിയിലേക്ക് പച്ചമണം മാറിയ ശേഷം നമുക്ക് തക്കാളിക്കും അതുപോലെ തന്നെ നമ്മളെ ഈ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്. കുറച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഇനി ഇറങ്ങി കിട്ടുമേ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും നിങ്ങളൊക്കെ കഴിക്കുമെന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തക്കാളിക്കും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം നമുക്ക് ഇതിനകത്ത് അപ്പോൾ തന്നെ വെള്ളം ഇറങ്ങും. അതിൻ്റെ ആവശ്യമൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് എടുക്കുന്നത്. നമുക്കിതിനകത്ത് ഗ്രേവി ഒന്നും കിട്ടത്തില്ല. അപ്പം നമുക്കിത് നല്ല ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചോറ് വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ ബൈ, താങ്ക് യു.